കോട്ടയം ജില്ലയിൽ കോട്ടയം നഗരത്തിൽ നിന്നും 10 കിലോമീറ്ററും ഏറ്റുമാനൂരിൽ നിന്നും 6 കിലോമീറ്ററും അകലെയാണ് അതിപുരാതനവും ആചാരാനുഷ്ഠാനങ്ങളാൽ ഏറെ പ്രത്യേകതകളുമുള്ള തിരുവഞ്ചൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. അഞ്ജനശിലയിലുള്ള ഭഗവാന്റെ വിഗ്രഹത്തിന് 6 അടിയോളം ഉയരമുണ്ട്. വള്ളി സമേതഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. കിഴക്ക് ദിക്കിലേക്കാണ് ദർശനം. സ്കന്ദപുരാണം ചിത്രങ്ങളായി രേഖപ്പെടുത്തിയ അതിമനോഹരവും പൗരാണികവുമായ വട്ടശ്രീകോവിലാണ് ക്ഷേത്രത്തിലുള്ളത്. ശിവൻ, ഗണപതി, രക്ഷസ്, ക്ഷേത്രശില്പി എന്നീ ഉപദേവ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. വള്ളി തിരുമണ പൂജ, ഒറ്റനാരങ്ങ വഴിപാട്, ബ്രഹ്മചാരിക്കൂത്ത് എന്നിങ്ങനെ പ്രാധാന്യമേറിയതും വ്യത്യസ്തവുമായ നിരവധി വഴിപാടുകൾ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭക്തർ നടത്തുന്നു. ക്ഷേത്രത്തിലെ 8 ദിവസം നീളുന്ന തിരുവുത്സവം വിഷുവിന് 1 ദിവസം മുമ്പാണ് കൊടിയേറുന്നത്. തൈപ്പൂയവും സ്കന്ദഷഷ്ടിയും ക്ഷേത്രത്തിലെ പ്രധാന ദിനങ്ങളാണ്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപമായി ഭദ്രകാളി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. സർവാഭീഷ്ടവരദായിനിയായ മണർകാട്ടമ്മ തന്നെയാണ് അഞ്ചരക്കരകൾക്കും നാഥയായി തിരുവഞ്ചൂരും വാണരുളുന്നത് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മീനഭരണി, പത്താമുദയം, പൊങ്കാല എന്നിവയാണ് ദേവിയുടെ പ്രധാന ഉത്സവ ദിനങ്ങൾ. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതിൽക്കെട്ടിന് പുറത്തായി ശ്രീധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രവുമുണ്ട്. ഭഗവാനും കുടുംബസ്ഥ ഭാവത്തിൽ ഭക്തർക്ക് ദർശനമരുളുന്നു. പടിഞ്ഞാറ് ചെറുതൃക്കയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം. ഗണപതി ഭഗവാന് മുമ്പിൽ കൈകൊട്ടിച്ചിരി വഴിപാടിനാൽ പ്രസിദ്ധമാണ് ചെറുതൃക്കയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം. ശബരിമല തീർത്ഥാടന കാലത്ത് തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുവഞ്ചൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം.